ബ്രിക്സ് കൂട്ടായ്മയെ തകർക്കാൻ ട്രംപ് ശ്രമിക്കുകയാണ്. ട്രംപിന്റെ കിളി പോയോ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ബോംബിട്ട് തകർക്കാനാണോ ശ്രമം? അത് ഈ ബ്രിക്സ് കൂട്ടായ്മ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് വലിയ സമ്പന്ന രാഷ്ട്രങ്ങളാണ്, പ്രത്യേകിച്ച് അമേരിക്ക. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, G7 എന്നാണ് ആ കൂട്ടായ്മയുടെ പേര്. അതായത് ഈ അതിസമ്പന്ന രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒത്തുകൂടുന്ന അവരുടെ സാമ്പത്തിക അജണ്ടകൾ നടപ്പിലാക്കുക, അല്ലെങ്കിൽ ചർച്ച ചെയ്യുക, പരസ്പര സഹകരണം ഉറപ്പിക്കുക, ഇതൊക്കെ വെച്ചുകൊണ്ടാണ് ഈ G7 കൂട്ടായ്മ എന്ന് പറയുന്നത്. അല്ല രാജ്യങ്ങൾ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, അമേരിക്ക എല്ലാവരും നല്ല എന്താ പറയുക ഹൈ ലെവൽ ടീമുകളാണ്. അപ്പോൾ ഇവരുടെ ഈ കടുത്ത സാമ്പത്തിക ചൂഷണം അല്ലെങ്കിൽ സാമ്പത്തികമായ ഇവരുടെ താല്പര്യങ്ങൾ അത് ഈ വികസിത രാഷ്ട്രങ്ങളെ, അതായത് ചെറിയ രാഷ്ട്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് വലിയൊരു രാഷ്ട്രമാകാൻ വേണ്ടി കുതിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രം, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇതിൻ്റെ ഇരകളായി മാറുകയാണ്. ഈ സമ്പന്ന രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങളുടെ ഇരകളായി മാറുന്നവരാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾ. ഇപ്പോൾ ഇവരുടെ ഒരു ഒത്തുകൂടലാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അതായത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ, ഡെവലപ്പിംഗ് കൺട്രീസ്, രാഷ്ട്രങ്ങളുടെ ഒത്തുകൂടൽ. അതെ, വികസ്വര എന്നല്ല, ഡെവലപ്പിംഗ് കൺട്രീസ്. വികസ്വര നമ്മൾ വിട്ടേക്കും. വികസനം എന്ന് പറഞ്ഞാൽ വികസനം തീരെ ഇല്ലാത്തതെന്നാണ്. നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന് തന്നെ വിളിക്കാം, വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അത്തരം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ബ്രിക്സ് എന്ന് പറയുന്നത്. നിലവിൽ 11 രാഷ്ട്രങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ അമരക്കാരെന്ന് പറയുന്നത് ചൈനയും റഷ്യയും ഇന്ത്യയുമാണ്. അവരാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയിലെ ഏറ്റവും ശക്തരായ രാഷ്ട്രങ്ങൾ. കൂടെ ബ്രസീലും ഉണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ഈജിപ്റ്റ് ഉണ്ട്, എത്യോപ്യ ഉണ്ട്, ഇറാനുണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്. അപ്പോൾ ഇന്ത്യ, ചൈന, പിന്നെ റഷ്യ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെറിയ സാമ്പത്തിക രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ചെറിയ സൈനിക ശക്തികളോ ആണ്. അപ്പോൾ അമേരിക്ക ഈ ബ്രിക്സ് കൂട്ടായ്മ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്, ആദ്യം ഇത് ചെറിയൊരു സംഘമായിരുന്നു, പിന്നെ അതിൻ്റെ അംഗബലം കൂടുന്നു. അപ്പോൾ അതിനെ വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ഈ G7 എന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് വാസ്തവത്തിൽ അമേരിക്കയുടെ അജണ്ട നടപ്പിലാക്കാനായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിന് ബദലായിട്ട് ഈ ചെറിയ രാഷ്ട്രങ്ങളുടെ അംഗബലം കൂടുന്നത് ട്രംപിനെ വല്ലാണ്ട് അസ്വസ്ഥമാക്കുന്നുണ്ട്. ഈ ചെറിയ രാഷ്ട്രങ്ങൾ പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നു, സാമ്പത്തിക വ്യാപാര കരാറുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളെല്ലാം സുഗമമാക്കുന്നു. ഇത് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. പ്രത്യേകിച്ചും ഈ ലോകത്ത് നടക്കുന്ന കയറ്റുമതി ഇറക്കുമതി അതിൻ്റെയൊക്കെ വിനിമയം ഏതിലാണെന്നറിയാവോ? അതായത് നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നു, അങ്ങോട്ട് നമ്മൾ പണം കൊടുക്കണമല്ലോ, ഏത് കറൻസിയിലായിരിക്കും കൊടുക്കേണ്ടത്? ഡോളറിലായിരിക്കും. യെസ്, കറക്റ്റാണ്. അതായത് സാധാരണഗതിയിൽ ഇപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾ നടക്കുന്നത്, വിനിമയം എല്ലാം നടക്കുന്നത് ഡോളറിലാണ്. അതൊരു അന്തർദേശീയ ഏകകമായിട്ട് കണക്കാക്കുന്നത് ഡോളറിനാണ്. ഡോളർ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒന്നെങ്കിൽ ഡോളർ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി. എന്നാൽ ഈ ബ്രിക്സ് കൂട്ടായ്മ ഇതിന് ബദലായിട്ട് ബ്രിക്സ് പേ എന്നൊരാശയമാണ് മുന്നോട്ട് വെക്കുന്നത്. അതായത് പ്രാദേശിക കറൻസികൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറാം. അതായത് ഉദാഹരണമായിട്ട് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര കരാർ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ ഇന്ത്യ ചൈനയിൽ നിന്ന് വാങ്ങുന്നതിന് ഇന്ത്യൻ കറൻസി കൊടുത്താൽ മതി. നേരെ തിരിച്ച് ചൈന ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ചൈനീസ് കറൻസി തരും. മുൻപ് ഇത് എല്ലാം ഡോളറിലായിരുന്നു കണക്കാക്കി, ഇത്ര ഡോളറിൻ്റെ വ്യാപാരം, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡോളർ എല്ലായിടവും സാർവത്രികമായതോടുകൂടി ഡോളറിനെ ഒരു വിശേഷണം കിട്ടി. അതായത് ഈ പറയുന്ന ഇതിൻ്റെയൊക്കെ സാമ്പത്തിക ഇടപാടുകളുടെ ഏകകം എല്ലാം ഡോളറിലാണ് കണക്കാക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ സാമ്പത്തിക നയം നിശ്ചയിക്കുന്നത് കറൻസി റിസർവിനെ ആശ്രയിച്ചിട്ടാണ്. ഇപ്പം നമ്മൾ നോട്ട് അച്ചടിച്ചിറക്കുമല്ലോ, റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ചിറക്കുമല്ലോ. ഇപ്പം നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന നോട്ടുകൾ വെറും പേപ്പർ കഷ്ണമാണ്, പക്ഷേ അതിന് മൂല്യമുണ്ട്. ഈ 500 രൂപയുടെ ഒരു പേപ്പർ കഷ്ണത്തിന് 500 രൂപയുടെ മൂല്യം ഉണ്ടാകുന്നതിന് അതിനു തുല്യമായ സ്വർണമോ അല്ലെങ്കിൽ ഡോളറോ നമ്മുടെ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു അനുമാനം. അത് ആ കറൻസിയിൽ ഒരു വാക്ക് എഴുതി ചേർത്തിട്ടുണ്ട്. ഐ പ്രോമിസ് ടു പേ ദ ബെയറർ ദ സം ഓഫ് റുപ്പീസ് ഇത്ര എന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അതായത് ഈ 500 രൂപയ്ക്ക് തുല്യമായ ഈ പേപ്പർ കഷ്ണം നമ്മൾ റിസർവ് ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അതിനു തുല്യമായ സ്വർണമോ ഡോളറോ നമുക്ക് ഇങ്ങോട്ട് കിട്ടും എന്ന് റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കയ്യിരിക്കുന്ന പേപ്പർ കഷ്ണത്തിന് അതിൻ്റെ മൂല്യമുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ എല്ലാ രാജ്യങ്ങളും അവരുടെ കറൻസികൾ അച്ചടിക്കാനായിട്ടുള്ള ഏകകമായിട്ട് അതിൻ്റെ റിസർവായിട്ട്, കരുതൽ റിസർവായിട്ട് സൂക്ഷിക്കുന്നത് അത്രയും ഈ പറയുന്ന ഡോളറോ സ്വർണമോ ആയിരിക്കും.
അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മ ഈ തരത്തിൽ വളർന്നു വരുന്നതോടുകൂടി ഈ ബ്രിക്സ് പേ എന്നൊരാശയം വരുന്നതോടുകൂടി ഈ ഡോളറിൻ്റെ പ്രസക്തി നഷ്ടമാവും. അപ്പോൾ അത് ട്രംപിൻ്റെ നയങ്ങൾക്ക് വിരുദ്ധമാണ്. ട്രംപ് എപ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടുകാരനാണ്. അത് മാത്രമല്ല, ഈ ഡോളറിന് ബദലായ ഒരു സാമ്പത്തിക ക്രമം ഉയർന്നു വരുന്നത് ട്രംപ് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മ ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് സത്യത്തിൽ ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഒടുവിലത്തെ സമ്മേളനത്തിൽ പോലും ഈ ട്രംപിൻ്റെ നയപരിപാടികളെ അവർ വിമർശിക്കുകയും ഈ ബ്രിക്സ് പേ എന്ന ആശയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും അവർ തയ്യാറെടുപ്പുകൾ, അതിൻ്റെ ആലോചനകൾ നടത്തുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായിട്ടാണ് ട്രംപ് അവർക്ക് ബ്രിക്സ് കൂട്ടായ്മയുടെ അംഗമായതുകൊണ്ട് മാത്രം 10% നികുതി അങ്ങ് പ്രഖ്യാപിച്ചത്. ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഉദ്ദേശം തന്നെ തകർത്ത് കളയും, അവരുടെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാണ്ടാക്കി കളയും. ആ ബ്രിക്സ് കൂട്ടായ്മ അപ്രസക്തമാണ് എന്നൊക്കെയാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ആ കൂട്ടായ്മയുടെ ഭാഗമായ രാഷ്ട്രങ്ങൾക്ക് 10% അധിക നികുതി, അതായത് ഇന്ത്യക്കുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്ത്യ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടാൻ പോകുന്നു. ആ വ്യാപാര കരാറിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ നികുതി ഭാരത്തിൽ നിന്ന് മുക്തതയുള്ളൂ. അല്ലാത്ത പക്ഷം ആ വ്യാപാര കരാർ ഉണ്ടായില്ലെങ്കിൽ ഇന്ത്യക്ക് പറഞ്ഞിരിക്കുന്ന 29% നികുതിയാണ്. പ്ലസ് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായതുകൊണ്ട് ഒരു 10% നികുതി കൂടി ബോണസ് ആയിട്ട് കിട്ടും. 39%ത്തിലേക്ക് പോകും. എന്നാൽ ഒരു വ്യാപാര കരാർ ഉണ്ടായാൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് അതിൽ നിന്ന് ഒഴിയാൻ പറ്റും. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല, അതിന്റെ ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പൊ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ രാജ്യങ്ങളോടുള്ള വിരോധമല്ല, ഈ ഇത്തരം അതായത് ബ്രിക്സ് കൂട്ടായ്മയോട് അതിലെ അംഗരാജ്യങ്ങളോടുള്ള വിരോധമല്ല, പകരം ആ കൂട്ടായ്മ മുന്നോട്ട് വെക്കുന്ന ആശയമാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. ആ ആശയം എന്ന് പറയുന്നത് അമേരിക്കൻ വിരുദ്ധമാണ്. അതുമാത്രമല്ല, ഇപ്പം ട്രംപിൻ്റെ പ്രഖ്യാപിത നിലപാടെന്ന് പറഞ്ഞാൽ അമേരിക്ക ഫസ്റ്റ് എന്നാണ്. അതായത് അമേരിക്ക എല്ലാം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഒരു രാഷ്ട്രമാണ്. അതിനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ട്. അവിടെ വലിയ രീതിയിലുള്ളൊരു ജീവിത നിലവാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഏറിയ പങ്കും ജനങ്ങൾ വാങ്ങുന്നതെല്ലാം ഹൈ പ്രൈസ്ഡ് സാധനങ്ങളായിരിക്കും. വളരെ ഉയർന്ന മൂല്യമുള്ള വിലയുള്ള സാധനങ്ങളായിരിക്കും അവർ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ പോലും ഇന്ത്യയിൽ നിന്നടക്കം ഈ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനം, അതായത് മുന്തിയ വില കിട്ടുന്ന സാധനം ഏറിയ പങ്കും പോകുന്നത് ഒന്നെങ്കിൽ ദുബായിലേക്കോ അല്ലെങ്കിൽ അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻ വിപണികളിലോട്ടോ ആയിരിക്കും. കാരണം അത്രയും ഉയർന്ന മൂല്യം നൽകി വാങ്ങാൻ അവിടെ ആളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ മുതൽ മുടക്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളായിരിക്കുമല്ലോ അവിടെ വിൽക്കുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാട് അതൊന്നും പറ്റത്തില്ല, ഈ ഉൽപ്പാദനമെല്ലാം അമേരിക്കയിലോട്ട് എത്തിക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് പ്രായോഗികമല്ല. കാരണം ഈ പറയുന്ന രീതിയിൽ അവിടെ ഇത്രയും വലിയ ഉയർന്ന ജീവിത നിലവാരം ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ശമ്പളവും വേതനവും ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയ മുതൽ മുടക്കിൽ ചെറിയ കൂലിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഉയർന്ന ശമ്പളം കൊടുക്കണം, ഉയർന്ന കൂലി കൊടുത്തായിരിക്കും നിർമ്മിക്കേണ്ടി വരിക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായി ട്രംപിൻ്റെ ഈ ആശയം മണ്ടത്തരമാണ്. പക്ഷേ അദ്ദേഹം ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്നുള്ളത് നടപ്പിലാക്കാനാണ് ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾ കൊണ്ടുവരിക, മറ്റ് രാഷ്ട്രങ്ങളെ അമേരിക്കയെ അനുസരിക്കാൻ നിർബന്ധിതമാക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വീകരിക്കുക. അല്ലാണ്ട് ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് പ്രഖ്യാപിച്ചതുപോലെ മുഴുവൻ വ്യവസായശാലകൾ അമേരിക്കയിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ഇതിന് തുല്യമായ രീതിയിൽ മാത്രം അമേരിക്ക വാങ്ങിയാൽ മതി. ഈ റെസിപ്രോക്കൽ ടാക്സിന്റെ ഉദ്ദേശം തന്നെ അതാണ്. ഈ അമേരിക്ക വിൽക്കുന്നതും വാങ്ങുന്നതും തുല്യമായിരിക്കണം. അതൊന്നും പ്രായോഗികമല്ല. പക്ഷേ അതിലേക്ക് മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാക്സ് റേറ്റൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ അതിൻ്റെ ഒരു സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വേണം കരുതാൻ. അത് എത്രത്തോളം മുന്നോട്ട് പോകും. കാര്യം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്ന രാജ്യങ്ങളോട് പോലും അദ്ദേഹം വ്യാപാര കരാറിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായ ബ്രസീലിന് 50% നികുതി പറഞ്ഞിരിക്കുന്നു. അവരുമായിട്ടും സ്വാഭാവികമായിട്ടും ഒരു കരാറിലേക്ക് എത്തേണ്ടി വരും. കാര്യം ഇത്രയും നികുതി കൊടുത്ത് ബ്രസീലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളൊന്നും അമേരിക്കയിലോട്ടെത്തില്ല, ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലോട്ടെത്തില്ല. അപ്പോൾ എന്താ പറ്റുക? അവിടുത്തെ വ്യവസായശാലകൾ സ്തംഭിക്കുന്ന അവസ്ഥയുണ്ടാകും, അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സമ്മർദ്ദബന്ധം മാത്രമാണ്. ഈ നികുതി പ്രഖ്യാപിച്ച നികുതി അത്രയും തന്നെ ഉണ്ടാകില്ല, പക്ഷേ ഒരു വ്യാപാര കരാർ ഉടനെ ഉണ്ടാകും.